എൻ്റെ പേര് ഷാഹിദ ബീബി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ നിലമേൽ താമസിക്കുന്നു. എൻ്റെ മോളുടെ കുട്ടികളാണ്. എൻ്റെ മോൾക്ക് 3 കുട്ടികളാണ്. എൻ്റെ മോളുടെ കുട്ടിയൊക്കെ എൻ്റെ മോൾക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. അവർക്ക് കയറിക്കിടക്കാനൊരു വീട് പോലും ഇല്ല. ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ആകെ ഞങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടൊക്കെ വെച്ചൊരു വീടാണിത്. ഇത് മൊത്തം കഴിഞ്ഞ വർഷത്തെ ഇടിയും മഴയും കൂടെ വന്നപ്പോഴത്തേനും അതെല്ലാം വീട് നല്ല പൂർണ്ണമായിട്ട് ഇടി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മഴ തുടങ്ങിയപ്പോഴത്തേന് ഭയങ്കരമായ ഇടിയുണ്ടായി. ഇവിടെ ഇടിയുണ്ടായിട്ട് അത് തീ പിടിച്ചിട്ട് ഈ നമ്മളെ ഈ സ്വിച്ച് ബോർഡ് ഇതെല്ലാം മൊത്തത്തിൽ തീ പിടിക്കുകയാണ് ചെയ്തത്. തീ പിടിച്ച ഒരു പപ്പായ മരം നിന്ന് അത് സീറ്റിൻ്റെ മണ്ടയിൽ കൂടെ മറിഞ്ഞ് ഞങ്ങൾ കുട്ടികളെല്ലാം ഞങ്ങളിവിടെ ഭയങ്കര നിലവിളിയൊക്കെയായിരുന്നു. ഇവിടെ ആരും ഒന്നും നമ്മൾ നിലവിളിച്ചിട്ടും പഞ്ചായത്തിലൊക്കെ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി, ഞങ്ങളുടെ ഞങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് ആരും വന്നെന്ന് മെമ്പറെ വിളിച്ചിട്ട് ആരും വന്നെന്ന് നോക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഇതിനകത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് പോകാൻ സ്വന്തക്കാരോ ബന്ധക്കാരോ ഒന്നും അയലോകത്തെങ്ങും ആരും ഒന്നുമില്ല. എന്തേ അത് വിട്ട് ഈ ഷീറ്റെല്ലാം പൊട്ടി അങ്ങനെയാ കിടക്കുക. കയറി വാ കാണിച്ചു തരാം. ബാ ഷീറ്റ് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇടി വീണിട്ട് ഇതെല്ലാം കൂടെ പൊട്ടിയിട്ടത്. ഇവിടെ ഈ സ്വിച്ച് ബോർഡ് ഇതൊക്കെ കണ്ടോ, സ്വിച്ച് ബോർഡൊക്കെ തീ പിടിച്ചിട്ട് കണ്ടോ, ഇടി വീണിട്ട് മൊത്തം തീയൊക്കെ പിടിച്ച്. എന്നിട്ട് ഞങ്ങളൊക്കെ എൻ്റെ മോക്ക് ചെറുതായിട്ടൊന്ന് ഏറ്റു ഷോക്കേറ്റു മോക്ക് ചെറുതായിട്ട്. അങ്ങനെ പിന്നെ എല്ലാം കൊണ്ട് ആകെ ഇതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതിങ്ങനെ കിടക്കാനേ നിവർത്തിയുള്ളൂ. നമ്മളെ കൊണ്ട് ഇത് ഇനി ഈ ഷീറ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ഫുള്ള് വെള്ളം പെരക്കകത്ത. മഴ പെയ്താൽ ആ മുറ്റത്ത് മഴ പെയ്യുന്ന പോലെയാണ് ഇതിനകത്ത് വെള്ളം വീഴുന്നത്. എന്ത് ചെയ്യാനോ, നമുക്ക് വേറെ നിവർത്തി വേണ്ടേ കുഞ്ഞെ. നമ്മൾ എന്തൊരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി. നമ്മളെ പഞ്ചായത്തുകാർ സഹായിക്കത്തില്ല, അധികാരികൾ സഹായിക്കത്തില്ല, ആരും നോക്കത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ആരോടെ പറയാനുള്ളത്? നമുക്ക് പറയാനും ആരുമില്ല. ഇനിയിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിടിഞ്ഞ് മറിഞ്ഞ് ഞങ്ങളുടെ മണ്ടയ്ക്കൂടെ വിടാം. ഇവിടെ കിടന്ന് മരിക്കാന്നല്ലാതെ വേറൊരു വഴിയും നമുക്കില്ല. എങ്ങോട്ട് പോകാനും ഒരിട. ഇത് തന്നെ എൻ്റെ മോളെ ഈ പിന്നെ സമൂഹ വിവാഹത്തിൽ 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ഈ നിലവിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ആളുകൾ തന്ന സ്ഥലമാണിത്. അതിൻ്റെ അകത്ത് ഞങ്ങളെല്ലാവരും ജോലി ചെയ്ത് എൻ്റെ മരുമോനങ്ങളെല്ലാവരും കുറച്ച് പൈസ സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ചൊരു വീടാണ്. ഇപ്പം എനിക്ക് ഇറങ്ങിയപ്പോൾ ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ വീണ് കൈക്ക് പൊട്ടലായിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു വരുമാനം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞാൻ കുഞ്ഞിനോടായിട്ട് പറയുകയാണ്. നമ്മളെ വീടിൻ്റെ അവസ്ഥ നോക്കി നമ്മുടെ അടുക്കള കയറി നോക്കിയാൽ പറയാം നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഒരു വക സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ വിഷമമുണ്ട്. ഒരു വക സാധനങ്ങൾ ഈ വീട്ടിലില്ല. പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ്. സത്യം പറഞ്ഞാൽ അരി പോലും തീർന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ആരോടും അങ്ങനെ നമ്മളൊന്നും പറയത്തില്ല. ഇല്ലെങ്കിൽ പട്ടിണിയാണ് മക്കളടുത്ത് പറഞ്ഞു. ചിലപ്പോൾ ഒരിക്കൽ പറക്കി രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടും. പൊക്കം മക്കളെ രാവിലെ സ്കൂളിലായാലും പൊക്കം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോകുന്നത്. കാരണം ഈ ഒരു വല്ലാത്തൊരു സാഹചര്യം കൂടെ ജോലിയില്ലാതായി. മരുമോനെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വല്ലപ്പോഴും മരുമോൻ ഇതുപോലെ കാട് വെട്ടാൻ പോകുന്ന ജോലിയാണ്. അല്ല വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവനെങ്കിലും ജോലി ഉണ്ട്. അവന് ജോലി കിട്ടിയാൽ ഒരു പണി കിട്ടിയാലും അവനൊരു പൈസ നശിപ്പിക്കാതെ കൊണ്ടുവന്ന് മക്കൾക്കുള്ള ആഹാരം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇപ്പോൾ ഒരു 2-3 മാസമായി ഒരു പണിയില്ല. ഈ വീടും ഇങ്ങനെ നശിച്ചു പോയി. ഞങ്ങൾക്കൊരു സീറ്റെങ്കിലും മേടിച്ച് മണ്ടലിടാന്ന് വെച്ചാൽ സീറ്റ് ഇട്ടാലേ ഇത് ഉപയോഗമില്ല. മൊത്തം ചോർന്നൊലിക്കുക. ഇതുകൊണ്ട് ഇതെല്ലാം ഇടിഞ്ഞ് മറിഞ്ഞ് ഇങ്ങോട്ട് വീണ് പോവുകയാണ് ചെയ്തത്. ഇതെല്ലാം ഇടിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. ഇത് അകത്തോട്ടാണ് വീണെങ്കിൽ ഞങ്ങളെല്ലാം തീർന്നതന്നെ ഇതിനകത്ത്. ഇങ്ങനെ ഈ അകത്ത് എന്താ പടച്ചവൻ്റെ കാര്യം കൊണ്ട് അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണോ എന്ന് ഞങ്ങൾക്കറിയാല. ഇത് ഈ അകത്തോട്ട് വീണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തീർന്നേനെ. ഇതിൻ്റെ അകത്ത് താമസിക്കാം. നമുക്ക് വേറെ പോകാനൊരു ഇടമില്ല. നമ്മൾ ഇവിടെ തന്നെയാണ്. വേറെ നമുക്ക് എങ്ങോട്ടും ഇല്ല. ഇവിടെ തന്നെ നമ്മളുണ്ട്. പുറത്ത് പോകണോ, കറങ്ങാൻ പോകണോ, യാത്ര പോകുന്നോ അങ്ങനെയുള്ള ടീമൊന്നും അല്ല ഞങ്ങൾ. എപ്പോഴും ഇവിടെ തന്നെ കാണും. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ കാണും എപ്പോഴും. പിന്നെ മോൾക്ക് ഇപ്പോൾ മോളിപ്പോൾ നേരത്തെ മോളുടെ കുട്ടിക്ക് 5 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൾക്ക് കണ്ണിന് ചെറിയ കാഴ്ചയ്ക്ക് കുറവുണ്ട്. അവൾക്കാണ് കണ്ണാടി വെക്കാനായിട്ട് ഡോക്ടറോട് സ്കൂളിൽ നിന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞ് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കൊച്ചിന് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും മേടിച്ച് അതിനെ കൊടുക്കാനായിട്ടുള്ള ഒരു 1500 രൂപ ഉള്ളൂ കണ്ണാടി വെക്കുന്നതിന്. അത് മേടിച്ച് കൊടുക്കാൻ പോലും നിവർത്തിയില്ല. മോളുടെ അവസ്ഥ അതേനെ. മോൾക്കും കണ്ണിന് ചെറിയായിട്ട് കാഴ്ചക്കുറവാണ്. പക്ഷെ അവൾക്ക് കൊച്ചിലെ നല്ല കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഇപ്പം ആ പാരമ്പര്യം എൻ്റെ കൊച്ചുമോക്കും കൂടെ കിട്ടിയതായിരിക്കും. അങ്ങനെ അവളും അങ്ങനെ ഒരു ഗതിയിൽ. അതൊന്ന് സഹായിക്കാനോ നോക്കാനോ എടുക്കാനോ പോലും ആരും നമുക്കില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു സഹായം, ചെറിയൊരു സഹായം എങ്കിലും ചെയ്യും. ഇതിപ്പോൾ ആരും വരാനോ നോക്കാനോ എടുക്കാനോ ഇല്ല. അപ്പോൾ ഈ അധികാരികൾ പോലും
ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കെട്ടുറപ്പുള്ള ഒരു വീട് ഇതെങ്കിലും ഒന്ന് ശരിയാക്കി നമുക്ക് രാഷ്ട്രീയപരമായിട്ടോ മറ്റ് സാമ്പത്തികപരമായിട്ടോ ഒന്നും നമുക്കൊരു വരുമാനം ഒന്നും വരാനോ ഒന്ന് തരാനോ ഒന്നും ആരും ഉള്ളവരല്ല നമ്മൾ. വെറും സാധാരണക്കാരാണ് നമ്മൾ. അങ്ങനെ ഒന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ നല്ല നേരം നോക്കണമെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ കഴിയുന്നവരാണ് നമുക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വീടൊന്നൊന്ന് ശരിയാക്കി കിട്ടിയാൽ നമ്മളിപ്പോൾ എല്ലാം പടച്ചോനെ അള്ളാനെ തവക്കൽ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണ്. അള്ളാഹു എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്.